ഗൈസ്, അപ്പോൾ ലക്കി സ്റ്റാർ ബ്ലോഗിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞൂട്ടന്, അതായത് നമ്മുടെ കുട്ടാപ്പിക്ക് വാക്സിനേഷൻ എടുക്കാനുള്ള ദിവസമാണ് ഇന്ന് 45 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകാൻ തയ്യാറെടുക്കുന്നു. 11:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകണം. അപ്പം എന്താവും എന്നറിയത്തില്ല. പോയിട്ട് കുത്തലും കരച്ചിലും കഴിച്ചിലൊക്കെ ആണെന്നറിയാലോ. നമ്മൾ പിള്ളേർക്ക് വേദന എടുക്കുക, കരച്ചിൽ സങ്കടമൊക്കെയാണ്. എന്നാലും എടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ബേബിക്ക് എടുത്തപ്പം അങ്ങനെ വലിയ ബേബി കുഴപ്പമില്ലായിരുന്നു. പുള്ളിക്കാരി പനി ഉണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് തന്നെ ഇപ്പോൾ പാരസെറ്റമോൾ ഗുളിക കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ പനിയെല്ലാം വിട്ടും മാറി. അങ്ങനെ ഈ ബേബിയുടെ മോൻ്റെ കാര്യം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾ ആദ്യം പോകാൻ വേണ്ടി അതായത് ബുധനാഴ്ച പോകാൻ വേണ്ടിയിരുന്ന ബുധനാഴ്ചയായിരുന്നു ശരിക്കും ഇവിടുത്തെ വാക്സിനേഷനിൽ ഉള്ളത് ദിവസങ്ങൾ. അപ്പോൾ അന്നേരം വിളിച്ച് ചോദിച്ചപ്പോൾ 43 ദിവസം പൂർത്തിയാകണം എന്ന് പറഞ്ഞു. അപ്പോൾ 43 ദിവസം പൂർത്തിയായില്ലായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു 43 ദിവസം പൂർത്തിയായിട്ട് പിന്നെ പോകാം, അവിടെ ചെന്നിട്ട് അവരെടുക്കോ ഇല്ലയോ എന്നറിയത്തില്ല. അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞു ഇവിടെ അടുത്ത് വെള്ളിയാഴ്ച ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ കാക്കത്തോടാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച ഞങ്ങളവിടെ പോകാൻ തീരുമാനിച്ചു. പിന്നെ റിസ്ക് എടുത്ത് ചന്ദനക്കമറ ചെന്നിട്ടും അത് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ചന്ദനക്കമറ ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വരണ്ടല്ലോ ഓർത്തു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വെള്ളിയാഴ്ച പൊക്കോളാം എന്നുള്ളത്. വെള്ളിയാഴ്ചന് കറക്റ്റ് 45 ദിവസം പൂർത്തിയാവുകയും ചെയ്യും. അപ്പം മോൾക്ക് അവിടെ നിന്ന് എടുത്ത ചന്ദനക്കമറയിൽ നിന്ന് എടുത്ത അവർക്ക് 45 പൂർത്തിയായിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പം മോനെ കുളിപ്പിക്കുന്നുണ്ട്. മോനെ കുളിപ്പിച്ച് റെഡിയാക്കി അപ്പോൾ ഞങ്ങളിനി ഒരുങ്ങിയിട്ട് ഞങ്ങൾ പോകണം. അപ്പം പോയിട്ട് വരാം. എൻ്റെ പിന്നെ മുന്നിക്കറിയോ? അപ്പം ഞങ്ങൾ പോയത് ഉപ്പുകടന്നൊക്കെയാണ്. അപ്പോൾ പകുതി ചെയ്തിപ്പം അമ്മയ്ക്ക് ഡൗട്ട് അവിടെ ഉണ്ടാവുമോ എന്ന്. അപ്പോൾ അതിന് കൺഫ്യൂഷനായി. പിന്നെ ഞങ്ങൾ വാട്സപ്പിൽ ഒന്നും കൂടെ നോക്കി. ഞങ്ങൾ ഉപ്പുകടന്നതിലും ഉണ്ടായിരുന്നു, പിന്നെ കാക്കത്തോടിലും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം അമ്മയുടെ കൊച്ചിന് കൊടുത്തുകൊണ്ടിരുന്ന കാക്കത്തോട് ഉപ്പുകടന്ന് വെച്ചാൽ അപ്പോൾ അവനൊരു ഡൗട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ നോക്കി കറക്റ്റായിട്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ തന്നെ കാക്കത്തോട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ കാക്കത്തോട്ടിലേക്കാണ് അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത്. ഇവിടെ വണ്ടി കണ്ട് ഇവിടെ അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത മാസം ഞങ്ങൾക്കൊരു മാമോദീസ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്കും കൊച്ചിനും ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെ അതാ അവന് ഇഞ്ചക്ഷൻ കൊടുത്തോടെ നല്ല കരച്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല, പാലൊക്കെ കൊടുത്ത് നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ തുണിക്കെടുക്ക് കയറിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം തിരിച്ച് പോകുന്നു. കുറച്ച് സാധനം മേടിക്കാൻ കൂടി ഉണ്ടായിരുന്നു. അതും കൂടി മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഗൈസ്, അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ കുത്തി ഞങ്ങൾ 2 കാലിലും ഭയങ്കര കരച്ചിലായിരുന്നു. കുത്തിയപ്പം ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ നമുക്കും കണ്ടു വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അമ്മയുടെ കയ്യിലായിരുന്നു ആദ്യം കൊച്ചുണ്ടായിരുന്നത്. അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ അമ്മയ്ക്ക് എന്തോ പോലെയായിരുന്നു ഇഞ്ചക്ഷൻ കുത്തുന്നത്. കരച്ചിൽ കേട്ടപ്പോഴേ അത് കഴിഞ്ഞ് പിന്നെ അമ്മ എൻ്റെ കയ്യിൽ തന്നു, ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു. അത് കഴിഞ്ഞ് കുത്തി അത് കഴിഞ്ഞൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പാലൊക്കെ കൊടുത്തു. പിന്നെ കരച്ചിൽ, പിന്നെ ഉറക്കമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലല്ല, അത് കഴിഞ്ഞ് പയ്യാവൂർ പോയി കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്. അധികം സാധനമില്ല, ഒരു ഡ്രസ്സ് മേടിക്കാനായിരുന്നു എനിക്കും ഭാവയ്ക്കൊരു ഡ്രസ്സ്. നാളെ ഒരു ഫംഗ്ഷൻ, നാളെയല്ല 2 ദിവസം ഒരാഴ്ച കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി അങ്ങനെ പയ്യാവൂർ പോയി. അവിടെ ചെന്നൊക്കെ അമ്മയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫിസിയോതെറാപ്പി പോയി. അപ്പോൾ അവിടുന്ന് പനിയുടെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നവിടെ പനിക്കോ എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ചെന്നവിടെ മരുന്ന് കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരുന്ന് കൊടുത്തു. പിന്നെ
പനിയുണ്ടെങ്കിൽ 6 മണിക്കൂർ ഇട്ട് പനിയുടെ മരുന്ന് കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മരുന്നൊക്കെ കൊടുത്തു. പിന്നെ കരച്ചിലായിരുന്നു. പിന്നെയും പാല് കൊടുത്തു, പിന്നെ ഉറക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്തി. പിന്നെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ സാറ് എഴുന്നേറ്റ് ഭയങ്കര കരച്ചിൽ, വേദന എടുത്തിട്ടാണോ എന്നാന്നറിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് പിന്നെ പാലൊക്കെ കൊടുത്തിട്ട് പിന്നെ സാർ ഉറങ്ങിയിട്ടുണ്ട് ആദ്യം. അപ്പം അങ്ങനെ എന്തായാലും ഇപ്പോൾ 2 കാലിനും വേദന ഉണ്ടാവും, അതിൻ്റേതായ ഒരു വിഷമം ഉണ്ടാവും കൊച്ചിന്. അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി 6 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണം. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോൾ ഞങ്ങൾ കിടത്തി ഉറക്കി. അപ്പം ഇത്രയേ ഉള്ളൂ. വേറെ ഇനി അടുത്ത മാസം അവർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം വാക്സിനിൽ പോളിയോ പോലത്തെ മരുന്ന്, വിറ്റാമിൻ കൊടുക്കാൻ ചെല്ലാം. അടുത്ത മാസത്തേക്ക് ഡേറ്റ് തന്നിരിക്കും. അപ്പോൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് എൻ്റെ കള്ളാറ് വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞ് കള്ളാറിലേക്ക് പോകുമായിരിക്കും. അപ്പോൾ അങ്ങനെ കൊച്ചിനെയൊക്കെ ഉറക്കി കിടത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.